ഒറ്റ മഴ പെയ്താൽ റോഡ് കുളമാകും എന്നത് ഒരു സാധാരണ പ്രയോഗമാണ്. എന്നാൽ മഴക്കാലം തുടങ്ങിയാൽ അവസാനിക്കുന്നതുവരെ കുളമായി കിടക്കുന്ന ഒരു റോഡുണ്ട് ഇരിട്ടി നഗരസഭയിൽ. ഇരിട്ടി താലൂക്ക് ആശുപത്രി റോഡിനെയും നേരമ്പോക്ക് എടക്കാൻ റോഡിനെയും ബന്ധിപ്പിക്കുന്ന നഗരസഭയിലെ 8-ാം വാർഡിലെ നരിക്കുണ്ടൻ റോഡാണിത്. 1 കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള നിരവധി കുടുംബങ്ങൾ അധിവസിക്കുന്ന റോഡിൽ വെള്ളക്കെട്ടിന് പുറമെ റോഡാകെ തകർന്ന് ഇന്ന് ദയനീയമായ അവസ്ഥയിലാണ്. പായം പഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഇരിട്ടി ഹൈസ്കൂൾ കുന്നിലെ വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ നിന്നും ഇരിട്ടി പുഴ മുറിച്ച് കടന്നുപോകുന്ന പൈപ്പ് ലൈനുകൾ ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. കാലവർഷം തുടങ്ങുന്നതിന് ഏതാനും ആഴ്ചകൾ മുമ്പാണ് റോഡ് കീറിമുറിച്ച് പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചത്. ഇത് പൂർവ്വസ്ഥിതിയിലാക്കുന്നത് താമസിച്ചതോടെ കാലവർഷം തുടങ്ങുകയും ശക്തമായ മഴയിൽ ഹൈസ്കൂൾ കുന്നിൽ നിന്നും ഒഴുകിവന്ന വെള്ളത്തിൽ മണ്ണൊലിച്ചുപോയി റോഡിൽ വലിയ ചാലുകൾ രൂപപ്പെടുകയും ചെയ്തു. വെള്ളത്തോടൊപ്പം ഒഴുകിവന്ന കല്ലും മണ്ണും റോഡിൻ്റെ പല ഭാഗങ്ങളിലും അടിയുകൂടി ചെയ്തതോടെ ഇതുവഴി ഇരുചക്ര വാഹനയാത്ര പോലും ദുസ്സഹമായി മാറി. ഓട്ടോറിക്ഷകളും ഓട്ടം നിർത്തി. റോഡ് എടക്കാനം റോഡിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപുള്ള വളവിൽ മഴക്കാലം തുടങ്ങുന്നതോടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ടാർ ചെയ്യുന്നതിന് മുൻപ് മൺറോഡായിരുന്ന കാലത്തും ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. റോഡിനരികിലൂടെ കല്ലിട്ടാണ് അന്ന് കാൽനട യാത്രക്കാർ ഈ ചെളിക്കുളം കടന്നുപോയിരുന്നത്. എന്നാൽ റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് ഇവിടം ഉയർത്തി വെള്ളം ഒഴുക്കിക്കളയാനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതാണ് മഴക്കാലം തുടങ്ങി അവസാനിക്കുന്നതുവരെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇടയാക്കിയത്. ഈ ദുരിതാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ഇതുവഴി ഓടിയിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. പൈപ്പ് കീറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് മുഴുവൻ നശിച്ചു കിടക്കുന്നത്. അത് ഉടനടി തന്നെ മുനിസിപ്പാലിറ്റി തീരുമാനം എടുത്തിട്ട് ഉടനടി തന്നെ പൈപ്പ് അതോറിറ്റിയോട് പറഞ്ഞിട്ട് ഇത് ഉടനടി തന്നെ തീർത്ത് ഗതാഗത യോഗ്യമാക്കി തീർക്കണമെന്ന് എനിക്ക് പറയാം. അതുപോലെ ഗവൺമെൻറ് ആശുപത്രി റോഡ് വളരെ അബദ്ധത്തിലാണ്. ഓട്ടോറിക്ഷ പോകുന്നു, അതുപോലെ PSC കോളേജ് ഉള്ളതുകൊണ്ടും കുട്ടികളും കുറേ ആൾക്കാർ ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വണ്ടി പോകാൻ തന്നെ ഭയങ്കര വിഷമസ്ഥിതിയാണ്. കുട്ടികൾ നടന്നു പോകുന്ന തന്നെ ഓട്ടോറിക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഉടനടി തന്നെ ഗവൺമെൻറ് ആശുപത്രി റോഡിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് മുനിസിപ്പാലിറ്റി. അതുപോലെ നരിക്കുണ്ട റോഡും ഗവൺമെൻറ് ആശുപത്രി റോഡും നരിക്കുണ്ട റോഡും രണ്ട് ഗതാഗത യോഗ്യമാക്കി നല്ല നിലയിലാക്കി തീർക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പൈപ്പിടാനായി റോഡ് കീറി മുറിച്ചപ്പോൾ ഉടനെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അതുണ്ടായില്ല. റോഡിൻ്റെ ശോച്യാവസ്ഥ കാരണം യാത്ര ഏറെ ദുഷ്കരമാണ്. എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ P. മാധവൻ പറഞ്ഞു. പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി റോഡ് കയറി പൈപ്പിൽ ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സമയത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ യാത്ര വളരെ ദുർഘടമാണ്. ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് അധികൃതരോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചെയ്യാൻ അധികൃതർ കാണിക്കണം. റോഡിൻ്റെ ഇന്നത്തെ അപകടാവസ്ഥ പരിഹരിക്കാനുള്ള നടപടികൾ നഗരസഭ ആരംഭിച്ചിട്ടുണ്ടെന്ന് വാർഡ് കൗൺസിലർ K. നന്ദൻ പറഞ്ഞു. പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി റോഡ് കീറിയതും ഉടനെ മഴ ആരംഭിച്ചതുമാണ് പ്രതിസന്ധികൾക്കിടയാക്കിയെന്നും നന്ദൻ പറഞ്ഞു.